ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ്. ഇത് പക്ക നമ്മുടെ കേരളം പോലെയൊക്കെ ഇല്ലേ കണ്ടാൽ. വിയറ്റ്നാമിൽ ദനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളീ പോകുമ്പോൾ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ദനാങ് ബീച്ചാണ്. നമ്മളിപ്പോൾ രാവിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ മാർബിൾ മൗണ്ടൻസിലേക്കാണ്. ഓക്കെ, നമ്മൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് ഏകദേശം 1 അവർ അടുത്ത് ട്രാവൽ ഉണ്ടായിരുന്നു മാർബിൾ മൗണ്ടൻസിലേക്ക്. നമ്മൾ മാർബിൾ മൗണ്ടൻസിൻ്റെ താഴെ എത്തി. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇങ്ങനത്തെ കുറച്ച് കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ നോർമൽ ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു റേറ്റും, നമ്മൾ ലിഫ്റ്റ് എടുത്തിട്ടാണ് ഇവിടുത്തെ പോകുന്നതെങ്കിൽ വേറൊരു റേറ്റുമാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കണം. കാരണം ഇവർ ആദ്യം പറയുന്നൊരു റേറ്റ് എന്ന് വെച്ചാൽ അത് ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളൊരു റേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഇവരത് ഓക്കെ പറയും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോർമൽ റേറ്റ് ആണെങ്കിൽ 40,000 VNDയും, അല്ല നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 55,000 VNDയും ആണ്. അങ്ങനെ നമ്മളിത് ലിഫ്റ്റിൽ കയറി മൗണ്ടൻസിൻ്റെ കുറച്ച് മേളിലുള്ള ഏരിയയിലേക്ക് പോവാണ്. ഇത് പക്ക മാർബിൾസ് ആണ് കേട്ടോ. അതാണിത് മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്നത്. ഇവിടെ 5 മൗണ്ടൻ ചേർന്നിട്ടാണ്, മാർബിളും ലൈം സ്റ്റോൺസിൻ്റെ ആയിട്ടുള്ള 5 മൗണ്ടൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 5 മൗണ്ടൻസ് ചേർന്നതാണ് ഈ മാർബിൾ മൗണ്ടൻസ്. ഈ 5 മൗണ്ടൻസിനും പേര് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ പഞ്ചഭൂതങ്ങളെന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ 5 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. എനിക്കെൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. കിം, തുവേ, മോക്, ഹോവ, തോ, ഇതാണ് ഈ 5 മൗണ്ടൻസിൻ്റെയും പേര്. എന്ന് വെച്ചാൽ മെറ്റൽ, വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, ഇതാണ് അതിൻ്റെ മീനിങ്. ഈ മൗണ്ടൻസിലെല്ലാം ഒരുപാട് കേവുകളും ടണലുകളും ഒക്കെയുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ, നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മാപ്പും തരുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കരമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കൊരു മാപ്പിൻ്റെ ഹെൽപ്പില്ലെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെയൊക്കെ ഗൈഡുമാരുണ്ട്. നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വേണമെങ്കിൽ ഗൈഡുമാരുടെ സഹായം എടുക്കാം. പക്ഷെ നമ്മളങ്ങനെ എടുത്തില്ല. നമ്മൾ ജസ്റ്റ് മാപ്പ് നോക്കി പോവുക ചെയ്തത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ കാണുന്നത് സാലോയ് ടവർ എന്നൊരു ടവറും ലിങ് ഉങ് പഗോഡ എന്നൊരു പഗോഡയുമാണ്. പഗോഡ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിസ്റ്റുകളുടെ ആരാധനാലയത്തിൻ്റെ പേരാണ് പഗോഡ. അപ്പോൾ ഇവിടുത്തെ ലിങ് ഉങ് പഗോഡയാണ് ഇവിടുത്തെ ഫസ്റ്റ് അട്രാക്ഷൻ. ഈ മാർബിൾ മൗണ്ടനെ കുറിച്ച് ഇവിടെ പറയുന്നൊരു കഥയുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഗോൾഡൻ ഡ്രാഗൺ ഇതിൽ പറന്നു വന്നെന്ന്. എന്നിട്ട് ആ ഗോൾഡൻ ഡ്രാഗൺ ഇവിടെ ഒരു മുട്ടയിട്ടു ഈ ഏരിയയിൽ. എന്നിട്ട് ആ മുട്ട കുറേ നാൾ കഴിഞ്ഞ് വിരിഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ഫെയറി ഉണ്ടായി. എന്നിട്ട് ആ ഫെയറി പറന്നുപോയി. പക്ഷേ ആ കളർഫുള്ളായിട്ടുള്ള എഗ് ഷെല്ലുണ്ടല്ലോ, എഗ്ഗിൻ്റെ ഷെല്ല് 5 മൗണ്ടൻസ് ആയിട്ട് ഉയർന്നു വന്നെന്നാണ് ഇവിടുത്തെ ഒരു കഥ.
അപ്പം നമ്മൾ പിന്നെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ വീണ്ടും 2 പഗോഡകളുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി സമയക്കുറവുണ്ടായിരുന്നു. ഞങ്ങൾ താഴെയുള്ള 2 പോയില്ല. നമ്മളിനി പോകുന്നത് മേളിലായിട്ടുള്ള 2 കേവിലേക്കാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മാർബിൾ മൗണ്ടൻ ഫുള്ള് കറങ്ങി കാണണമെങ്കിൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വേണം. കാരണം ഒരുപാട് നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കേവിൻ്റെ പേര് വാൻ തോങ് കേവ് എന്നാണ്. നമുക്കവിടെ പോയി നോക്കാം. അത് നല്ല സ്റ്റെപ്സാണ്. മുകളിലേക്ക് കയറി ശരിക്കും മടുക്കും. അങ്ങനെ നമ്മൾ കേവിനകത്തെത്തി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മാർബിളാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇതിനകത്ത്. പിന്നെ ഇതിനിടയ്ക്കൂടെല്ലാം ഈ ചെറിയ വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ നടക്കുന്നിടവും ഈ സ്റ്റെപ്പ് കയറുന്നിടവും എല്ലാം നല്ല സ്ലിപ്പറിയാണ്. നല്ല ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടുന്നൊരു ഏരിയയായത്.
ഇവിടെ ടോട്ടൽ ഒരു 14 അട്രാക്ഷൻസ് ആണുള്ളത്. കേവ്, ടണൽ, പഗോഡകൾ, അങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കേവ് തന്നെയാണ്. ആ കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതൊരു മാർബിൾ കേവാണ്. രണ്ട്, ഈ കേവിനകത്തുണ്ടല്ലോ മേളിൽ നിന്ന് 2 വലിയ ഹോൾസാണേ. അപ്പോൾ മഴയാണെങ്കിൽ കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ആ ഹോൾസിൽ കൂടി ഇങ്ങനെ നല്ല രീതിയിൽ വീഴും. വെയിലാണെങ്കിൽ സൺലൈറ്റ് ആ കറക്റ്റ് ആ ഹോൾസിൽ കൂടിയിട്ട് പ്രത്യേക രീതിയിൽ വരും. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ആ കേവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയോ, ഇന്നിവിടെ മഴയില്ല, വെയിലുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്ത് കയറി നോക്കാം. ഇതാണ് ആ കേവിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടുത്തെ ഒരു ഗൈഡ് നിന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ലൈറ്റ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ. പക്ഷേ ഇന്ന് അധികം സൺലൈറ്റ് ഉള്ളിലേക്ക് അടിക്കുന്നില്ല. ഇന്ന് എന്താ പറയുന്നത്, പകലാണെങ്കിലും ഈ സൺലൈറ്റില്ലേ അതിങ്ങനെ അധികം വരുന്നില്ല. വെയിൽ ഭയങ്കര കുറവാണ്. ഒരു മൂടിക്കെട്ടിക്കിടക്കുന്നൊരു അന്തരീക്ഷമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫീൽ കിട്ടിയില്ല. പക്ഷേ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു സീ വാച്ചിങ് ടവർ ഉണ്ട്. അതൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ധനാങ്ങിൻ്റെ ഒരു ഏരിയ, ഒരു വ്യൂ കാണാം. പിന്നെ ഇവിടെ ഒരു എന്താണ് നമ്മുടെ സ്റ്റെയർ വേ ടു ഹെവൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അത് നമ്മൾ വേറെയുള്ള പഗോഡകളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കയറിയില്ല. അതായത് സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെയൊക്കെ ഒരു മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടൂറ്. നമ്മളിപ്പോൾ പോവാണ്, ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.